നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ട്രംപ് തൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ എന്ന കാര്യത്തിൽ വളരെയധികം ചിന്തിക്കുന്ന വ്യക്തിത്വമാണ്. സ്വന്തം കാര്യം, അതായത് അദ്ദേഹം ജനിച്ചു വളർന്നത് വളരെ സമ്പന്നതയിലാണ്. അദ്ദേഹം ജീവിച്ചതും ജനിച്ചു വളർന്നതൊക്കെ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. സ്വന്തമായിട്ടും പണമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലോകം മുഴുവനും സൃഷ്ടിച്ചെടുത്ത വ്യക്തിത്വമാണ് ട്രംപ്. നമ്മുടെ മുംബൈയിൽ പോലും അദ്ദേഹത്തിന് കെട്ടിട്ടുണ്ട്. റഷ്യയിൽ, യൂറോപ്പിൽ, ദുബായ്, അല്ലെങ്കിൽ എല്ലാം ഇവിടെയും അമേരിക്കയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിട്ടാൽ എന്ത് സാധനം വിൽക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്ന പോലെ സ്പ്രേ വിൽക്കുന്നു. ഇപ്പോൾ അവസാനമായി ഉണ്ടാക്കിയത് ഫോണാണ്. ആ ഫോൺ മെയ്ക്ക് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ കൂടി ഇത് ഉണ്ടാക്കിയത് എച്ച് ടി സി എന്ന് പറഞ്ഞൊരു മുമ്പ് ഒരു നല്ലൊരു ഫോണുണ്ട്, നല്ല ഫോണാണ്. പക്ഷേ ആ സാധനം എടുത്തിട്ടാണ് ഇപ്പോൾ ട്രംപ് ഫോൺ എന്നും പറഞ്ഞ് വിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഗസിയെക്കുറിച്ച്. അദ്ദേഹം 80 വയസ്സിലടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഗസി എന്തായിരിക്കും, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം, അദ്ദേഹം ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷം എന്തായിരിക്കും ഡൊണാൾഡ് ട്രംപ് എന്നതിനെക്കുറിച്ച് ആവലാതിയാണ്. തന്നെയല്ല, അദ്ദേഹത്തിന് മേലെ ഒരാൾ ഉയർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒരു പക്ഷെ നാട്ടിൽ കുശുമ്പ്, അസൂയ എന്നൊക്കെ വിളിക്കുന്ന പോലെ അദ്ദേഹത്തിന് മേലെ. അതിന് ഉദാഹരണമാണ് ഒബാമ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ, ഒബാമ ഒട്ടും ആ ഭരണത്തിലിരിക്കുന്നത് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വമാണ് ഡൊണാൾഡ് ട്രംപ്. അത് ബിസിനസ് കഴിഞ്ഞ് അദ്ദേഹം മുൻകാലങ്ങളിൽ ഒരു ഡെമോക്രാറ്റ് ആയിരുന്നു. അവിടെ നിന്നും ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ, അതായത് ലിബറൽ ചിന്താഗതി, ടി വി ഷോകളിൽ അപ്രൻറ്റൈസ് എന്ന് പറഞ്ഞ ടി വി ഷോയിൽ ഇത് ചെയ്യുക, ഷോ ബിസിനസ് ചെയ്യുക, അതല്ലെങ്കിൽ ബോക്സിങ് തൊട്ട് എല്ലാത്തിലും കൈവയ്ക്കും അദ്ദേഹം. അതിൻ്റെ പേരിലുള്ള ഒരു സൂട്ടും ജാക്കറ്റ് ഞാൻ തന്നെ വാങ്ങിയിട്ടുണ്ട് പണ്ട്. സ്പ്രേ, അങ്ങനെ ഒട്ടനവധി വസ്തുക്കളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി 80-ാം വയസ്സിലും വളരെയധികം ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഫുൾ ഫിഗർ വരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ അദ്ദേഹം 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് ബോയിങ്ങിനോട് പറഞ്ഞു, എനിക്കൊരു ഈ എയർഫോഴ്സ് വണ്ണിന് സൗകര്യങ്ങൾ പോരാ, ഇതിലും നല്ല ലക്ഷറി ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം നനച്ചിരിക്കാത്ത സമയത്ത് 2020 ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോയി. കോവിഡിൻ്റെ ഒക്കെ ഇത് ബൈഡൻ കയറി വന്നു. ബൈഡൻ പറഞ്ഞു, ഇപ്പോൾ പ്രസിഡന്റിന് വേറെ വിമാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് ഇപ്പം ഇരിക്കുന്ന സാധനം തന്നെ മതി എന്ന് ബൈഡൻ തീരുമാനിച്ചു. അങ്ങനെ 4 കൊല്ലത്തോളം ഈ പ്ലെയിൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇത് വൈകിപ്പോയി. അതുണ്ടാക്കി റെഡിയാക്കി അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അത് 2024 അദ്ദേഹം ജയിച്ച് 2025 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്ലെയിൻ ബൈഡൻ അത് ഓർഡർ ചെയ്തതാണ്, അത് ഞാൻ പണ്ട് ഓർഡർ ചെയ്തതാണ്, സാധനം വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ലോകം മുഴുവനും ചോദിക്കുകയായിരുന്നു ഇതേ കാറ്റഗറിയിലുള്ള പ്ലെയിൻ. അപ്പോൾ ബോയിങ് കമ്പനി അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു പ്ലെയിൻ കിടക്കുന്നത് ഖത്തറിലാണെന്ന്. അങ്ങനെ ഖത്തറിനോട് ചെന്നിട്ട് ചോദിച്ചപ്പോൾ അത് 400 മില്യണാണ് അതിൻ്റെ വില. അപ്പോൾ ഖത്തറിനോട് ചോദിച്ചപ്പോൾ ഖത്തർ പറഞ്ഞു അത് ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാജ്യമാണ്. തമീമാണ് അവിടുത്തെ, തമീം അൽത്താനി കുടുംബം. അപ്പോൾ അവരുടെ ഫാമിലി ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് ഉപയോഗിക്കാതെ അവിടെ കിടക്കാണ്, ഖത്തറിൽ ദോഹയിൽ കിടക്കാണ്. അപ്പോൾ ട്രംപ് ചോദിച്ചാൽ എത്ര വേണം, എനിക്ക് തരോ എന്ന്. അതായത് ലോകം ഭരിക്കുന്ന ഇത്ര സമ്പന്നമായ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അയാൾ. ചോദിച്ചാൽ കൊണ്ടുപോക്കോ, വെറുതെ അവിടെ കിടക്കുന്നതാണ്, കൊണ്ടുപോക്കോ. അപ്പോൾ അവർക്ക് അവരുടെ അപ്പോൾ ഇത് ഇദ്ദേഹം ഓസിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുവന്നു. അതിൻ്റെ മേലെ ഒരു 10,000 കോടി രൂപയോളം US എയർഫോഴ്സ്, കാരണം എയർഫോഴ്സ് 1 എന്നാ പറയുക, US മിലിറ്ററിയാണ് അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എയർഫോഴ്സ് 1 മേലേക്ക് ഒരു 10,000 കോടി അങ്ങോട്ട് ചിലവാക്കിയിട്ട് അതിൻ്റെ ഒരു സ്ക്രൂ മുതൽ അങ്ങോട്ട് തപ്പി അതിനെ ഒരു സുരക്ഷാ ഭീഷണി ഇല്ല, കാരണം അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന സാധനമായതുകൊണ്ട് സുരക്ഷാ ഭീഷണി ഇല്ല എന്നൊരു മോഡിഫൈ ചെയ്തു 10,000 കോടി രൂപയ്ക്ക്. അത് കഴിഞ്ഞ് ഈ സാധനം ആദ്യമായിട്ട് പറക്കുന്നത് നാറ്റോ സബ്മിറ്റ്, ടർക്കിയിൽ ഇസ്താൻബുളിൽ നടക്കുന്ന നാറ്റോ സബ്മിറ്റിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇതിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. അങ്ങനെ തുർക്കിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറാൻ ആക്രമണം നടക്കുകയാണ്. ഇറാൻ ഇദ്ദേഹത്തിനെ കൊല്ലുന്നും വധിക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിനെയും പിന്നെ ഒട്ടനവധി ഡിഫൻസ് സെക്രട്ടറി തൊട്ട് മാർക്കോ റൂബിയോനെയൊക്കെ കൊല്ലുന്ന പറഞ്ഞു, പീറ്റ് ഹെക്സത്തിനൊക്കെ. അപ്പോൾ ഈ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ US മിലിറ്ററിയും ഇൻ്റലിജൻസും ഇതോത്തോട് പറഞ്ഞത് ഈ പ്ലെയിനിൽ തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം ഇറാൻ്റെ ആക്രമണം ഉണ്ടാവും, അത് അവരുടെ കോട്ടയാണ്, ഇസ്താൻബുളിലാണ് സ്ഥലം, ടർക്കിയാണ് സ്ഥലം, അപ്പോൾ ഇത് സുരക്ഷമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പഴയ സാധനം എന്ന് പറഞ്ഞല്ലോ സൗകര്യക്കുറവുള്ളത്, ആ സാധനം വരുത്തിച്ചു.
ഈ സാധനം വരുത്തിച്ചിട്ട് ടർക്കിയിൽ നിന്നും അദ്ദേഹം ആ വിമാനത്തിൽ കയറിയതിന് ശേഷം അദ്ദേഹം ആ വിമാനം കാരണം സുരക്ഷയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ വിമാനത്തിൽ നിന്നും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ ട്രക്ക് ഫ്ലൈറ്റ് കേറ്ററിംഗ്, നമ്മളെല്ലാവരും ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, ഒരു വലിയ ട്രക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഡോറിൻ്റെ സൈഡിൽ കൊണ്ടു നിർത്തും. അതായത് അപ്പുറത്ത് നമ്മൾ കയറുന്ന പാസഞ്ചർ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിൽ ഡോറിൽ കൂടെ അത് ഒരു ലിഫ്റ്റ് എന്നൊക്കെ പറയില്ല, എലവേറ്റർ ലിഫ്റ്റ് പോലെ അതങ്ങനെ സ്പ്രിങ് പോലെ പൊന്തി വരും. നമ്മുടെ ഈ ഇതുണ്ടല്ലോ ട്രക്കുകൾ, മറ്റേ ഈ നമ്മുടെ ട്രക്കുകളുടെ പോലെ അതങ്ങോട്ട് പൊന്തി വരും. അപ്പം അത് പൊന്തി വന്നിട്ട് ഈ വിമാനത്തിൻ്റെ പൊക്കത്തിൽ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം ട്രോളി പോലെ ഉന്തി കയറ്റലാണ് സാധാരണ ചെയ്യാറ്. ഇദ്ദേഹം ഈ പഴയ വിമാനത്തിൽ കയറിയിട്ട് ടർക്കിയിലെ എയർപോർട്ടിൽ നിന്ന് ഈ സബ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ ആ എയർപോർട്ടിൽ നിന്നും അദ്ദേഹം ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ട്രക്കിലേക്ക് കയറി ഒളിച്ചിരുന്ന് വേറൊരു വിമാനത്തിൽ കയറിയാണ് അമേരിക്കയിൽ വന്നത് എന്നാണ് ഇന്ന് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആ സുരക്ഷാ ഭീഷണി അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖത്തർ ഫ്രീ ആയിട്ട് കൊടുത്ത വിമാനത്തിൽ പോയില്ല. ഒപ്പം തന്നെ ഇദ്ദേഹം മറ്റേ ഇദ്ദേഹത്തിൻ്റെ പഴയ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി, അത് കഴിഞ്ഞിട്ട് ഒളിച്ച് ഒരു ഭക്ഷണ ട്രക്കിൽ കയറി. ആ ഭക്ഷണ ട്രക്ക് ഒരു C-17, C-130, C-17 പോലെയുള്ള വിമാനമുണ്ട്, പിന്നെ C-5 ഉണ്ട്, അതൊട്ടനവധി വിമാനങ്ങൾ. ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ യൂറോപ്പിലുണ്ട്. അതായത് ഇതിനും ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ യൂറോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനിയിലെ രാംസ്റ്റീൻ ബേസിലിരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഫ്ലൈറ്റ്, അത് ഫ്രീ ആണ്, ഞാൻ ഒരു US മിലിറ്ററി വെറ്ററനാണ്. അപ്പോൾ തിരിച്ചു വരുന്നതിനുള്ള ഫ്ലൈറ്റ് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഫ്ലൈറ്റ് സ്പാങ്ഡാലിം എന്ന് പറഞ്ഞ വേറൊരു ബേസ് ഉണ്ട് രാംസ്റ്റീനിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ അപ്പുറം ജർമ്മനിയിൽ. അപ്പം ഞാൻ സ്പാങ്ഡാലിമിലേക്ക് പോയി. സ്പാങ്ഡാലിമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട, എനിക്ക് അധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിമാനം അവിടെ വന്നിട്ടുണ്ട് സ്പാങ്ഡാലിമിൽ. ഇത് 2 ആഴ്ച മുമ്പ് ട്രംപ് ടർക്കിയിൽ പോകുന്നതിന് 2 ആഴ്ച മുമ്പ്. അപ്പോൾ ഒട്ടനവധി C-17, C-5 പോലെയുള്ള വിമാനങ്ങൾ ഇതിൻ്റെ സുരക്ഷയായിട്ട് മുൻകൂർ അവിടെ ചെല്ലും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ഏത് പ്രമുഖ വ്യക്തികളാണെങ്കിലും അവരുടെ സുരക്ഷ ഏകദേശം ഒരു മാസം മുമ്പ്, 1 ആഴ്ച മുമ്പൊക്കെ ഇതിൻ്റെ സുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ എയർപോർട്ടുകളിലും അതിൻ്റെ അദ്ദേഹം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ സുരക്ഷയായിട്ട് നടപടിയായിട്ട്. അപ്പോൾ ഞാൻ ആ സ്പാങ്ഡാലിം എയർപോർട്ടിൽ മിലിറ്ററി ബേസിൽ ഇരിക്കുമ്പോൾ അവിടെ വന്ന ഒരു ഫ്ലൈറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും ഒരു ഭക്ഷണ ട്രക്കിൽ കയറി ട്രംപ് രക്ഷപ്പെട്ടു. അന്ന് ഈ സീക്രട്ട് സർവീസൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒട്ടനവധി C-17, C-5 പോലെയുള്ള വിമാനങ്ങൾ അവിടെ കിടപ്പുണ്ടാവും. അമേരിക്കയുടെ US എയർഫോഴ്സിൻ്റെ തന്നെയുള്ള ടർക്കിയിൽ അമേരിക്കൻ ബേസുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നും അങ്ങനെ ഭക്ഷണ ട്രക്കിൽ ഒളിച്ചിരുന്ന് ട്രംപിനെ കടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ.